മുസ്ലിം ലീഗ് ഒരു അഞ്ചാം മന്ത്രി ബഹളം നേരത്തെ ഉണ്ടാക്കിയിരുന്നു മഞ്ഞളാംകുഴി അലിയായിട്ട് ബന്ധപ്പെടുത്തി. അതിൻ്റെ ഒരു പ്രതിഫലനം, അഞ്ചാം മന്ത്രിയുടെ ഒരു പ്രതിഫലനമാണ് UDFന് വലിയ വില കേരളത്തിൽ കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ളവർ പറയുന്നത് UDF വന്നാൽ, ആര് വരുമെന്നുള്ളത് നമുക്ക് അറിയില്ല, UDF വന്നാൽ ഭരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും. ആ ജയശങ്കറൊക്കെ പറയാറുണ്ട്, അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ ലീഗായിരിക്കും എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ എന്തായാലും ചില അലുക്കുലുത്ത് പരിപാടികൾ, ചില അരിപ്പൊടി പ്രയോഗങ്ങൾ ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മുനറബി തങ്ങൾ പറഞ്ഞു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് ഞങ്ങൾക്ക് അർഹതയുണ്ട്, വേണമെന്ന് പറഞ്ഞില്ല. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അങ്ങനെ ഒരു ക്ലെയിം ഞങ്ങൾക്കില്ല. എന്നാൽ ഇന്ന് ലീഗിൻ്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട PNA സലാം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ട്, പക്ഷേ ഞങ്ങളത് ചോദിക്കുന്നില്ല. അതേസമയം അഞ്ചാം മന്ത്രി ഞങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. ആറാം മന്ത്രി ചോദിച്ചാലും അത്ഭുതമില്ല. മാത്രമല്ല, ധനകാര്യ വകുപ്പ് മന്ത്രി ഇപ്പോൾ KM മാണി സാർ ഇല്ല UDFന്. അങ്ങനെയാണെങ്കിൽ ധനകാര്യ വകുപ്പ് ചോദിക്കുമോ? റവന്യൂ വകുപ്പ് സാധാരണ കോൺഗ്രസ് ആണ് കൈകാര്യം ചെയ്യുന്നത്. റവന്യൂ വകുപ്പ് അടൂർ പ്രകാശ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള നേതാക്കളൊക്കെയാണ് റവന്യൂ വകുപ്പിൽ ഇരുന്നിട്ടുള്ളത്. ഇനി റവന്യൂ വകുപ്പ് ചോദിക്കുമോ? വ്യവസായ വകുപ്പ് കുഞ്ഞാലിക്കുട്ടിയാണ് സ്ഥിരമായി ഇരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി തന്നെയായിരിക്കും മിക്കവാറും വ്യവസായ വകുപ്പ്. ആഭ്യന്തര വകുപ്പ് ചോദിക്കാൻ സാധ്യതയില്ല, കൊടുക്കാനും സാധ്യതയില്ല. വിദ്യാഭ്യാസ വകുപ്പ് തീർച്ചയായിട്ടും ലീഗിനാണ് വരാൻ സാധ്യതയുള്ളത്. ലീഗിനത് കൊടുക്കാനുള്ള കാര്യം സാധ്യതയുണ്ട്. പഞ്ചായത്ത് വകുപ്പ് ഡോക്ടർ MK മുനീർ, അതുപോലെ തന്നെ നമ്മുടെ കുട്ടി അഹമ്മദ് കുട്ടി, അങ്ങനെ തുടങ്ങിയ പലരും പഞ്ചായത്ത് മന്ത്രിയായിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്ത് വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് പലപ്പോഴും PKK ബാവയും അതുപോലുള്ള ആളുകളുമൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇബ്രാഹിം കുഞ്ഞും മരിച്ചുപോയ കളമശ്ശേരിയിലെ ഇബ്രാഹിം കുഞ്ഞുമിനെ പോലുള്ള ആളുകൾ പൊതുമരാമത്ത്, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് രാജ് വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, വ്യവസായ വകുപ്പ്, ഇതാണ് സാധാരണയായി എടുത്തിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി വീണ്ടും അഞ്ചാം മന്ത്രിയും അല്ലെങ്കിൽ വകുപ്പുകൾ, കൂടുതൽ വലിയ വകുപ്പുകൾ, ഗതാഗതം, അതുപോലെ തന്നെ ആരോഗ്യം, അതുപോലെ തന്നെ ജലസേചനം സാധാരണയായി കൊടുത്തു പോയിക്കൊണ്ടിരിക്കുന്നത് UDFൽ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഒന്നുകിൽ കേരള RSPക്കായിരിക്കും, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനായിരിക്കും. ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ സീനിയറായിട്ടുള്ള ജോസഫ് സാറും മത്സരിച്ചില്ല. അബു ജോൺ ജോസഫാണോ മോൻസ് ജോസഫാണോ എന്നറിയില്ല. മോൻസ് ജോസഫ് നേരത്തെ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. ഇനി CP ജോൺ വരികയാണെങ്കിൽ CP ജോൺ മന്ത്രിയാകും, പക്ഷേ അദ്ദേഹം സഹകരണ വകുപ്പിൻ്റെ മന്ത്രിയാകാനാണ് കൂടുതൽ സാധ്യത. ഷിബു ബേബി ജോൺ ആയിരിക്കുമോ ജലസേചന വകുപ്പ് മന്ത്രി എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. വിഷ്ണുനാഥിനെ പോലെയുള്ള ആളുകളുണ്ട് മന്ത്രിയാകാൻ, അങ്ങനെ പല ആളുകളുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരിക്കുമോ? കാരണം വളരെ സീനിയറാണ് അദ്ദേഹം. അതോ റവന്യൂ വകുപ്പായിരിക്കുമോ കൈകാര്യം ചെയ്യുന്നത്? അതോ ആരോഗ്യ വകുപ്പ്? KM മുരളീധരൻ ജയിച്ചാൽ കൃത്യമായി ആരോഗ്യ വകുപ്പ് കിട്ടാനുള്ള സാധ്യത. ഇങ്ങനെ ഞാനെല്ലാം UDF റിലേറ്റഡ് ചെയ്ത് പറയുന്നതാണ്. UDF ജയിച്ചാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വലിയ സാധ്യതകളാണ് കാണുന്നത്. അപ്പോഴും ലീഗ് അഞ്ചാം മന്ത്രിസ്ഥാനമോ ആറാം മന്ത്രിസ്ഥാനമോ ചോദിക്കുമോ? കാരണം 20 സീറ്റുകൾ ജയിച്ചാൽ അവർക്ക് ശക്തമായി ഒരു ചോദിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് അവരുടെ നേതാക്കൾ പറയുന്നത്. അല്ല, 5 മതി, പക്ഷേ പ്രധാനപ്പെട്ട വകുപ്പുകൾ വേണം എന്ന് കയറി ചോദിക്കുമോ? 5 പ്രധാനപ്പെട്ട വകുപ്പുകൾ ഞങ്ങൾക്ക് വേണം എന്ന് പറയാനുള്ള സാധ്യതയുണ്ടോ? വിദ്യാഭ്യാസ വകുപ്പ് എന്തായാലും അവർ ഒഴിവാക്കാൻ സാധ്യതയില്ല. കാരണം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സീറ്റ് കൊടുക്കലും മറ്റു കാര്യങ്ങളും അതിൻ്റെ എയ്ഡഡ് പദവിയിലേക്ക് കൊണ്ടുവരലടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് വിദ്യാഭ്യാസ രംഗം അവർ കളിക്കാൻ സാധ്യതയില്ല. അതിനകത്ത് ആരെങ്കിലും തന്നെ വരാൻ സാധ്യതയുണ്ട്. ഇനി ലീഗിൽ ആരൊക്കെ മന്ത്രിയാകും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു ലിസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വീഡിയോ ചെയ്യാം. എന്തായാലും ഇതാണ് ഇതിൻ്റെ ഒരു കഥ. ലീഗ് അഞ്ചാം മന്ത്രി സ്ഥാനം പിടിക്കുമോ? ആറാം മന്ത്രിയിലേക്ക് പോകുമോ? അതോ ഉപമുഖ്യമന്ത്രിയിലേക്ക് വരുമോ? അതൊന്നുമല്ല, 5 മന്ത്രി മതി, പക്ഷേ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട വകുപ്പുകൾ വേണം എന്ന് പറഞ്ഞ് മാറുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം.